ഇവിടെ ആകെ ഫിത്തനയാണ്. ഇവർ പറയാറുള്ളത് അതാണ്, ഇവിടെ ആകെ ഫിത്തനയാണ്. സമകാലീന സംഭവ വികാസങ്ങൾ ഉദ്ധരിക്കും. അവിടെ ആ പെണ്ണിനെ കയറി പിടിച്ചു, ഇവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായി, സിനിമാ മേഖലയിൽ അങ്ങനെ ഉണ്ടായി, സിനിമാ നടനെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആകെ ഫിത്തനയാണെന്ന് പറയും. അപ്പോൾ കേട്ടിരിക്കുന്ന നമുക്ക് തോന്നും, നമ്മളും മീഡിയകളൊക്കെ കാണുന്നതാണല്ലോ, ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല. ഇവിടെ ആകെ ഫിത്തനയാണ്, നമ്മൾ അംഗീകരിക്കുന്നു ഇവിടെ ആകെ ഫിത്തനയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, ഇവർ പറയണേ ഇങ്ങനെ പറയാണ്, ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് ഇനി പെണ്ണുങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാം. ഇവിടെ ഫിത്തനയാണ്, അതുകൊണ്ട് സ്ത്രീകൾ ഇനി പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ അതല്ല ഇവർ പറയുന്നത്. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാം, കോളേജിൽ പോകാം. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാം. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകൾ തിങ്ങിക്കൂടുന്ന വലിയ വലിയ മാളുകളിലേക്കും പോകാം. ഫിത്തനയാണ്, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പോകാം, ഫാബ്രിക്സിൽ പോകാം. ഇവിടെ മൊത്തം ഫിത്തനയാണ്, നിങ്ങൾക്ക് കല്യാണത്തിന് പോകാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പോകാം, വയലിന് പോകാം, മജ്ലിസുൻ നൂറിന് പോകാം, ഉറൂസിന് പോകാം, ചന്ദനക്കുടത്തിന് പോകാം. മൊത്തം ഇവിടെ ഫിത്തനയാണ്. ദുആ സമ്മേളനങ്ങൾക്ക് പോകാം, ദിക്ർ സലാത്ത് മജ്ലിസുകളിലേക്ക് പോകാം. ഇവിടെ മൊത്തം ഫിത്തനയാണ്, പക്ഷേ നിങ്ങൾക്ക് മക്ബറ സിയാറത്തിന് പോകാം. ലോകം ആകെ ഫിത്തനയാണ്, പക്ഷേ നിങ്ങൾക്ക് ചരിത്രഭൂമിയിലേക്ക് സഞ്ചരിക്കാം. നിങ്ങൾ ഫിത്തന കൊണ്ട് നിങ്ങൾക്ക് ആകെ പോകാൻ പാടില്ലാത്ത ഒരേ ഒരിടം അള്ളാന്റെ പള്ളി മാത്രമാണ്. അള്ളാന്റെ പള്ളി മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരേ ഒരിടം. ഇവർ പറയുന്ന കേട്ട തോന്നും ഉള്ള ഫിത്തനയുടെ കേദാരവും കേന്ദ്രവുമാണ് അള്ളാന്റെ മസ്ജിദ് എന്ന് തോന്നിപ്പോകും.